ഹായ് എവരി വൺ, ബിയോണ്ട് ദ പ്ലേറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ 65 ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് ബസ്മതി റൈസ്, 4 കപ്പ് വെള്ളം, 1/4 കപ്പ് തൈര്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടീസ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 500 ഗ്രാം ഇറച്ചി, കുറച്ച് കറി ലീഫ്, 4-5 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ബിരിയാണി മസാല, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ബേ ലീഫ്, കുറച്ച് പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, ചെറിയ ജീരകം കുറച്ച്, സാജീരകം കുറച്ച്, 1 സവാള, കുറച്ച് ചപ്പ്, പുതിന ഇവ അരിഞ്ഞത്. ഇനി ഇതിലേക്കുള്ള റൈസ് ഒന്ന് തയ്യാറാക്കാം. അതിനായി കുക്കറിലേക്ക് കുതിർത്ത് വെച്ച അരി ഒന്നിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് പച്ചമുളക്, ഓൾ സ്പൈസസ്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില ഇവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്, എടുത്തു വെച്ച വെള്ളം ഇവ കൂടി ചേർത്ത് ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി കുക്കർ ഒന്ന് അടച്ച് ഇതൊരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചൂട് പോകുന്നതിന് മുമ്പ് ഒന്ന് അടച്ചു വെക്കാം. ഇനി എടുത്തു വെച്ച തൈരിലേക്ക് ബിരിയാണി മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈരിൻ്റെ മിക്സിൽ നിന്നും 1 ടീസ്പൂൺ, കുറച്ച് കറി ലീഫ്, ഒരു ടീസ്പൂൺ ഓയിൽ ഇവ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പൊടികളെല്ലാം നല്ലപോലെ കുഴച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദ, 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇവ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം.
ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഈ ചൂടുള്ള ചോറിലേക്ക് തൈരിൻ്റെ മിക്സ് ഒരു സൈഡിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് റൈസ് അതിൻ്റെ മേലെ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി റൈസിലേക്ക് ചിക്കനും ഫ്രൈ ആക്കി വെച്ച ഉള്ളിയും ചേർത്ത് ഇതൊന്ന് സെർവ് ചെയ്യാം. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ 65 ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.